ദൈവനാമത്തിന് നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ രാജ്യം 80-ാം സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ പിറന്നാൾ ആഘോഷിക്കുകയാണല്ലോ. ഇന്ത്യയിലെ ഓരോ പൗരനും അഭിമാനത്തോടുകൂടെ സ്വാതന്ത്ര്യത്തോടുകൂടെ ജീവിക്കാൻ കഴിയുന്നു എന്നുള്ളത് അഭിമാനാർഹമായ ഒരു നേട്ടമാണ്. ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിൽ നിന്ന് നമുക്ക് ലഭിച്ച ഈ സ്വാതന്ത്ര്യം ഇന്ന് നാം അനുഭവിക്കുമ്പോൾ ഇതിനു വേണ്ടി അഹോരാത്രം അധ്വാനിച്ച, പോരാടിയ അനേക പ്രിയപ്പെട്ടവർ നമ്മുടെ പിമ്പിലുണ്ട്. അവരുടെ അധ്വാനത്തിൻ്റെയും പ്രയത്നത്തിൻ്റെയും ഫലമായിട്ടാണ് നമുക്ക് ഈ സ്വാതന്ത്ര്യം ലഭിക്കുവാനായിട്ടിടയായി തീർന്നത്. ആ മഹാരഥന്മാരെ ഈ അവസരത്തിൽ നന്ദിപൂർവ്വം സ്മരിക്കുകയാണ്. നമ്മുടെ രാജ്യം ഈ സ്വാതന്ത്ര്യത്തിൻ്റെ ആ നന്മ ഓരോ പൗരന്മാരും അവർക്ക് അനുഭവവേദ്യമാകണം. സ്വാതന്ത്ര്യം, ഈ രാഷ്ട്രീയ സ്വാതന്ത്ര്യം നമുക്കെല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. ഇന്ത്യയിലെ ഓരോ പൗരനും എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. അതിനെ തകർക്കുവാൻ, പരാജയപ്പെടുത്തുവാൻ ഇടയാകരുത്. സ്വതന്ത്ര ഭാരതത്തിൽ നാനാജാതി മതസ്ഥർ ഏകോദര സഹോദരന്മാരായി ജീവിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടേത്. വിവിധ ഭാഷകൾ, അതുപോലെ സംസ്കാരങ്ങൾ എല്ലാം ചേർന്ന ഒരു സംസ്കാരമാണ് നമ്മുടെ ഭാരതത്തിലുള്ളത്. നമ്മുടെ രാജ്യം, അതിൻ്റെ വികസനം, അതിൻ്റെ വളർച്ച എന്ന് പറയുന്നത് ഓരോ പൗരന്മാരുടെയും വിജയമാണ്. എൺപതാം പിറന്നാൾ ആഘോഷിക്കുന്ന ഈ അവസരത്തിലും അനേക വെല്ലുവിളികൾ ഈ സ്വതന്ത്ര ഭാരതത്തിൽ ആഭ്യന്തരമായ പല പ്രശ്നങ്ങളിൽ എത്രത്തോളം ഈ സ്വാതന്ത്ര്യം അനുഭവവേദ്യമാകുന്നു എന്നുള്ളത് ഈ അവസരത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്. ഓരോ പൗരനും ഇഷ്ടമുള്ള ആഹാരം കഴിക്കുവാനും, വസ്ത്രം ധരിക്കുവാനും, ഇഷ്ടമുള്ള രീതിയിൽ പാർപ്പിടങ്ങൾ പണിയുവാനും, സഞ്ചരിക്കുവാനും ഒക്കെ നമുക്ക് അതിന് അനുയോജ്യമായ നല്ലൊരു ഭരണഘടന നമുക്കുണ്ട്. മതേതരത്വം, ജനാധിപത്യം, സോഷ്യലിസം ഇവ സംരക്ഷിക്കപ്പെടേണ്ടത് അനിവാര്യമാണ്. ഇന്ന് പല വിധത്തിൽ ഈ സ്വതന്ത്ര ഭാരതത്തിൽ അനേക പ്രിയപ്പെട്ടവർ വളരെ പ്രയാസത്തോടും ഭാരത്തോടു കൂടിയാണ് കഴിയുന്നത്. അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുവാനോ, ഭക്ഷണം കഴിക്കുവാനോ, ദൈവത്തിൽ വിശ്വസിക്കുവാനോ വിശ്വസിക്കാതിരിക്കുവാനോ ഒക്കെ സ്വാതന്ത്ര്യമുണ്ട്. അതൊക്കെ ചോദ്യം ചെയ്യപ്പെടുന്നത് വളരെ ദുഃഖകരമായ അനുഭവമാണ്. അതുകൊണ്ട് ഈ രാഷ്ട്രീയ സ്വാതന്ത്ര്യം നിലനിർത്തിക്കൊണ്ടുപോകേണ്ടത് എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്. രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തോടൊപ്പം തന്നെ ബൈബിൾ നമ്മെ
നമുക്ക് നൽകിത്തരുന്ന ഒരു ആത്മീയ സ്വാതന്ത്ര്യമുണ്ട്. നമ്മുടെ രാജ്യം നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന മഹാരഥന്മാര് അവരുടെ ജീവിതം ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒഴിഞ്ഞു വെച്ചതുപോലെ തന്നെ ആത്മീയ സ്വാതന്ത്ര്യം നമ്മൾ അനുഭവിക്കുന്നതിന് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു ക്രൂശ് മരണം വരിച്ചു. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 1-ാം വാക്യത്തിൽ സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, നാം അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകരുത് എന്ന് വായിക്കും. സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കിയിരിക്കുന്നു. ഇവിടെ മാനവരാശി നേരിടുന്ന ഏറ്റവും വലിയ വിപത്ത് എന്ന് പറയുന്നത് പാപമാണ്. ഈ പാപത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് മോചനം വരുത്തുവാൻ കർത്താവായ ക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്. യേശു ഭൂമിയിൽ വന്നത്, ക്രൂശിൽ മരണം വരിച്ചത് മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ്. പാപം ഒരു സാർവത്രികമായ തിന്മയാണ്. അതിൻ്റെ ദുരന്തങ്ങൾ ലോകമുണ്ടായതു മുതൽ തന്നെ ഇന്നു വരെയും അത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. പാപത്തിന്റെ ശമ്പളം മരണമത്രേ. പാപം അനുസരണക്കേടിന്റെ ഫലമായിട്ട് മനുഷ്യന്റെ ജീവിതത്തിൽ വന്നു ഭവിച്ച വലിയൊരു പ്രതിസന്ധിയാണ്. ദൈവം മനുഷ്യനെ പാപിയായിട്ടല്ല സൃഷ്ടിച്ചത്. എന്നാൽ അവൻ ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചപ്പോൾ, അനുസരണക്കേട് അവന്റെ ജീവിതത്തിൽ ഉണ്ടായപ്പോൾ പാപം മനുഷ്യനിൽ രംഗപ്രവേശനം ചെയ്തു. അതിൻ്റെ ഫലമായി മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അവൻ അകന്നുപോയി. ആത്മീയ മരണം അവന്റെ ജീവിതത്തിൽ ഉണ്ടായി. തുടർന്ന് ശാരീരികമായ മരണത്തിലൂടെ മനുഷ്യൻ നിത്യമരണത്തിലേക്ക് പോകുന്ന സ്ഥിതിവിശേഷമാണുള്ളത്. ഈ പാപത്തിൽ നിന്ന് മനുഷ്യനെ ഉദ്ധരിക്കുവാൻ അവനെ സൃഷ്ടിച്ച സൃഷ്ടാവായ ദൈവം തന്നെ തീരുമാനിക്കുകയും തൻ്റെ ഏകജാതനായ പുത്രനെ ലോകത്തിലേക്ക് അയക്കുകയും ചെയ്തു. അതാണ് കർത്താവായ യേശു ക്രിസ്തു. പാപത്തിന് പരിഹാരത്തിന് വേണ്ടി മനുഷ്യന് ഒന്നും ചെയ്യുവാനായിട്ട് സ്വതമേവ കഴിയില്ല. അവൻ്റെ നീതിപ്രവർത്തികളൊക്കെ കറ പുരണ്ട തുണി പോലെ എന്നാണ് ബൈബിൾ പറയുന്നത്. അതുകൊണ്ട് മനുഷ്യനെ ഈ പാപത്തിൽ നിന്നും വിമുക്തനാക്കുവാൻ ദൈവം തന്നെ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു. മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചു. കർത്താവ് തൻ്റെ ഐഹിക ജീവിതകാലത്ത് താൻ ചെയ്ത ഓരോ ശുശ്രൂഷകളും പാപത്തിനെതിരായിട്ടായിരുന്നു. പാപത്തോട് അവൻ പോരാടുകയായിരുന്നു. അങ്ങനെ രോഗമായിട്ടും ശാരീരികമായ പ്രതിസന്ധികളും പരാജയങ്ങളും തോൽവികളും ഒക്കെ മനുഷ്യൻ്റെ ജീവിതത്തിലെ ആ പ്രശ്നങ്ങളെ ഒക്കെ കർത്താവ് പരിഹരിച്ചു. പാപത്തിന് എതിരായിട്ട് കർത്താവ് പോരാടുകയാണ് ചെയ്തത്. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം പാപത്തിനെതിരെയുള്ള തൻ്റെ പോരാട്ടമായിരുന്നു.
ആ കർത്താവായ യേശു ക്രിസ്തുവിൽ നാം വിശ്വസിക്കുന്നുവെങ്കിൽ നമ്മുടെ പാപത്തിന് പരിഹാരമുണ്ട്. കർത്താവ് നമുക്ക് വീണ്ടെടുപ്പും ശുദ്ധീകരണവുമായി തീർന്നു എന്ന് കൊരിന്ത്യർ ലേഖനത്തിൽ വായിക്കും. അതുകൊണ്ട് പ്രിയരെ, ഇന്ന് ഒരു വല്ലാത്ത ലോകത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. പാപം അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ എത്തിയിരിക്കുക. ആത്മഹത്യകൾ, അതുപോലെ മയക്കുമരുന്ന് പോലുള്ള ലഹരി പദാർത്ഥങ്ങൾ, അതിൻ്റെ ഉപയോഗങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. യുവജനങ്ങൾ അതിനടിമയായി മാറിക്കൊണ്ടിരിക്കുക. ഇതിനെതിരെ തൂഫാൻ പോലുള്ള നടപടികൾ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുവെങ്കിലും അതൊക്കെ അപര്യാപ്തമായി നിൽക്കുകയാണ്. എന്നാൽ ഇതിൽ നിന്നെല്ലാം ഒരു പൂർണ്ണമായ സ്വാതന്ത്ര്യം ഒരു വ്യക്തിക്ക് കരസ്ഥമാക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവന് ഒരു മാനസാന്തരം ആവശ്യമാണ്. ഈ പാപത്തിൻ്റെ അധീനതയിൽ നിന്ന് അവനെ മോചിക്കുവാൻ ഒന്നിനും കഴിയാതിരിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിനാണ് കാൽവറിയിൽ മരിച്ചത്. നിന്റെ പാപം എത്ര കടുംചുവപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളുക്കും, രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞു പോലെ ആക്കി തീർക്കുവാൻ ദൈവത്തിന് സാധിക്കും. അതുകൊണ്ട് ഈ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ഈ കാലഘട്ടത്തിൽ രാഷ്ട്രീയ സ്വാതന്ത്ര്യം നമ്മൾ അനുഭവിക്കുന്നതോടൊപ്പം തന്നെ ആത്മീയമായ സ്വാതന്ത്ര്യം നമുക്ക് അനിവാര്യമാണ്. ഈ ആത്മീയ സ്വാതന്ത്ര്യം നമ്മൾ കരസ്ഥമാക്കിയെങ്കിലേ നിത്യതയുടെ അവകാശികളായി തീരുവാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഈ അവസരത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് പാപത്തിൻ്റെയും എല്ലാ തിന്മയുടെയും അടിമത്തത്തിൽ നിന്ന് മോചനം പ്രാപിച്ച് സമാധാനമായും സന്തോഷത്തോടും പ്രത്യാശയോടുകൂടെ ജീവിക്കുവാൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും സാധിക്കും. യേശുക്രിസ്തു നമ്മുടെ വിമോചകനാണ്. അവൻ നമ്മുടെ വീണ്ടെടുപ്പുകാരനാണ്, രക്ഷകനാണ്. ഇന്ന് ഈ ലോകത്തിൽ തിന്മയുടെ ആ ശക്തി വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ഈ സ്വാതന്ത്ര്യം വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്ന ഏതൊരു വ്യക്തിക്കും സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ ജീവിക്കാനായിട്ട് കഴിയും. കർത്താവിൽ വിശ്വസിച്ചതുകൊണ്ട് അനേകം നന്മകൾ, സന്തോഷം, സമാധാനം, പ്രത്യാശ ജീവിതത്തിൽ അനുഭവിക്കുവാനായിട്ട് കർത്താവ് സഹായിക്കും. ഈ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ഓരോരുത്തർക്കും യേശു ക്രിസ്തുവിൽ കൂടി ലഭ്യമാണ്. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അതുകൊണ്ട് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ രാഷ്ട്രീയ സ്വാതന്ത്ര്യം നമ്മൾ അനുഭവിക്കുന്നതോടൊപ്പം തന്നെ പാപത്തിൻ്റെയും പൈശാചികമായ ബന്ധനത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിലൂടെ സ്വാതന്ത്ര്യം പ്രാപിച്ച് നിത്യജീവന്റെ അവകാശികളായി ദൈവമക്കളായി ജീവിക്കുവാൻ നിങ്ങളെ ഓരോരുത്തരെയും ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ അവസരത്തിൽ എല്ലാവിധമായ സ്വാതന്ത്ര്യദിന ആശംസകളും എല്ലാവർക്കും നേർന്നുകൊണ്ട് വാക്കുകളെ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും.